നമസ്കാരം. ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും ലാൻഡ് ഉള്ളവരാണ്, സ്ഥലമുള്ളവരാണ്. ഈ സ്ഥലത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ സർവേ സൂപ്രണ്ടൻ്റായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ശ്രീ സുനിൽ സാറാണ്. അപ്പോൾ സാറിൻ്റെ 26 വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ്, സർവീസിലുണ്ടായിരുന്നൊരു എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഓഫീസുകളിലാണ് പോകേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു സംസാരം തന്നെ സാറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം സുനിൽ സാർ. നമസ്കാരം. നമ്മളിപ്പോൾ ഒരു ലാൻഡുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ വ്യക്തികൾക്കും സ്ഥലം എന്നുള്ളത് വലിയൊരു ഘടകമാണ്. ഒരു വീട് വെക്കാനാണെങ്കിലും ഒരു 5 സെൻറ്റ് ആണെങ്കിലും അതിൽ എത്ര ഏക്കർ സ്ഥലങ്ങളാണെങ്കിലും. അപ്പോൾ നമ്മൾ ആധികാരികമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ ഒരു സർവീസസിൽ വന്ന ആ ഒരു എക്സ്പീരിയൻസിൽ എന്തൊക്കെയാണ് ജനങ്ങളോട് പറയാനുള്ളത്? ലാൻഡുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ആദ്യമേ ചോദിക്കുകയാണെങ്കിൽ കേരളത്തിലെ ലാൻഡിൻ്റെ ചരിത്രം അതൊന്ന് സാറിന് പറയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ആദ്യം അതൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നമുക്ക് ഓരോന്ന് ഷെയർ ചെയ്യാം. അതായത് ഒരാൾ 5 സെൻറ്റ് സ്ഥലം വാങ്ങുമ്പോൾ ആ സ്ഥലത്തിന് വ്യക്തമായ രേഖ അവർക്കുണ്ടാവണം. ഉണ്ടാകാൻ പറയുമ്പം ആദ്യം ഈ 1956 കേരളം നിലവിൽ വരുന്നത്. അതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ് സംസ്ഥാനങ്ങളായിരുന്നത്. 56 നിലവിൽ വന്നതിന് ശേഷം ഈ ഓരോ ആക്റ്റുകളും, തിരുവിതാംകൂർ ആക്റ്റും കൊച്ചി ആക്റ്റും മദ്രാസ് ആക്റ്റും കൂടെ യോജിപ്പിച്ചുകൊണ്ട് സർവേ അതിരാള നിയമം, കേരള സർവേ അതിരാള നിയമം എന്നൊരു ആക്ട് നിലവിൽ വന്നു. 1961 വന്നത്. ആ ആക്റ്റിൽ 22ാമത്തെ സെക്ഷൻ വെച്ചുകൊണ്ട് 1964 റൂളും വന്നു. അപ്പം ഒരാൾ വാങ്ങുന്ന സ്ഥലം, ഒരാൾ സ്ഥലം വാങ്ങിയാൽ ആ സ്ഥലം എങ്ങനെ സംരക്ഷിക്കണം, അതിർത്തി സംരക്ഷിക്കണം എന്ന് ഉള്ളത് ഈ ആക്റ്റിലും റൂളിലും പറയുന്നുണ്ട്. അന്ന് മുതലാണ് ഓരോ വ്യക്തികൾക്ക് പ്രൈവറ്റായിട്ട് ലാൻഡ് കൊടുക്കുന്നത്. നേരത്തെയും കൊടുക്കുമായിരുന്നു, എങ്കിലും നിയമം, അതായത് സർവേ അതിലുള്ള നിയമം കേരളത്തിന് വേണ്ടി വന്നത് അന്ന് മുതലാണ്. ഓക്കെ. ആ ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്നതിന് ശേഷമാണ് ഓരോ വ്യക്തികൾക്ക് കൊടുക്കുന്നത്. ഓരോ വ്യക്തികൾക്കും ചെയ്യാൻ പറ്റുന്നത്. കേരളം നിലവിൽ വന്ന ശേഷം കേരളത്തിൻ്റെ രീതിയിൽ. അതിനുമുമ്പ് തിരുവിതാംകൂറിനായിട്ടുണ്ടായിരുന്നു, അതിനുമ്പോൾ കൊച്ചിയിൽ ഭാഗത്തുണ്ടായിരുന്നു, മദ്രാസ് ആക്ടും ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഏകീകരിച്ച് പല സ്ഥലത്തും പല ആക്റ്റായിരുന്നു വരുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ളായിരുന്നില്ല കൊച്ചിയിലുണ്ടായിരുന്നത്, കൊച്ചിയിലുള്ള മദ്രാസിലുണ്ടായിരുന്നു. സർക്കാർ രൂപീകരണത്തിന് ശേഷമാണ് ഇങ്ങനൊരു ആക്ട് നിലവിൽ വരുന്നത്. ഇപ്പം ഒരാൾ സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു ബൗണ്ടറി, അതിന് വ്യക്തമായൊരു ബൗണ്ടറി ഉണ്ടായിരിക്കണം. ഈ ബൗണ്ടറി ഡിമാർക്കേറ്റ് ചെയ്യാനുള്ള പവറുള്ളത് താലൂക്കിനാണ്. താലൂക്കിൽ സർവേ വിഭാഗത്തിന്, അതായത് ഭൂരിഭാഗം അന്ന് മുതൽ തന്നെ താലൂക്ക് നിലവിലുണ്ടോ? ആ സമയത്ത് അന്ന് മുതലേ താലൂക്കുണ്ട്. കേരളം താലൂക്കുണ്ട്. അതിനുമുമ്പേ താലൂക്കുണ്ടെങ്കിലും പിന്നെ കേരളത്തിൻ്റെതായിട്ടുള്ള താലൂക്ക് അന്ന് മുതലേ ഉണ്ട്. അത് ഇതേ സെയിം താലൂക്ക് തന്നെയാണ് ഇതിൽ കൺവേർട്ട് ആയിട്ട് വന്നില്ല, ആ 3 സംസ്ഥാനങ്ങളുടെ മാറി. പിന്നെ ചിലതൊക്കെ കുറേ മാറ്റിയും തിരിച്ചൊക്കെ ഉണ്ടാവുമല്ലോ. കുറേ മാറി മുറിഞ്ഞ് മാറിയൊക്കെ വരുമല്ലോ. അന്ന് മുതലുള്ള രേഖയാണ് FMB രേഖ എന്ന് പറയുന്നത്. അതായത് ഈ സർവേ അതിരാള നിയമപ്രകാരം തയ്യാറാക്കിയ സ്കെച്ചുകളാണ് FMB. പിന്നെ അതിനു മുമ്പും ഓൾഡ് സർവേയിൽ FMB ഉണ്ടായിരുന്നു, ഫീൽഡ് മെഷർമെൻറ്റ് സ്കെച്ച് ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് സർവേ അവർ തയ്യാറാക്കിയപ്പോഴും FMB ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ ഓരോ റീസർവേ കഴിയുമ്പോൾ അപ്പം അതിന് ശേഷം അതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരുന്നില്ല. എല്ലാ ഭാഗവും സർവേ കുറേ ഭാഗം ചെയ്തിട്ടില്ല. പല റൂൾ എന്ന് വെച്ചാൽ പല രീതി പ്രകാരം ചെയ്തുകൊണ്ടിരുന്നു. കുറേ ഭാഗം വിട്ടുപോയിരുന്നു. പിന്നെ അത് എല്ലാവരും ഏകീകരിച്ച് കൊണ്ടുവന്ന് റീസർവേ ചെയ്യുകയാണ് ചെയ്തത്. 64 റൂൾ ഉണ്ടായതിനു ശേഷം 66 കഴിഞ്ഞാണ് സർവേ തുടങ്ങിയത്. അങ്ങനെയാണ് റീസർവേ വന്നത്. അപ്പോൾ ഈ റീസർവേ വന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ FMB പുതുതായിട്ട് വന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ സാറ് പറഞ്ഞല്ലോ, ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടത്തേക്ക് എങ്ങനെയായിരുന്നു ലാൻഡിൻ്റെ ഒരു കിടപ്പ്, അതിൽ രേഖകളിൽ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ? അന്ന് അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ അതായത് പല ഭാഗങ്ങളിലും അൺസർവേഡ് പോർഷൻ ഉണ്ടായിരുന്നു. അൺസർവേഡ് പോർഷനിൽ പട്ടയം കൊടുക്കുമ്പോൾ ഒന്ന് വരച്ച് ഒരു ABC എൻ്റെ എലിക പറഞ്ഞ്. അപ്പോൾ അന്ന് എന്തായിരുന്നു മെഷർമെൻറ്റ്, എന്തായിരുന്നു? ഏത് മീൻസ് കോലളവ്, അങ്ങനെ മീറ്റർ അളവ്? അതായത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രിട്ടീഷ് സിസ്റ്റം ആയിരുന്നല്ലോ. ബ്രിട്ടീഷ് സിസ്റ്റം വന്ന റീസർവേക്ക് ശേഷം തന്നെ പറയാം. അപ്പോൾ അന്ന് ലിങ്സ്, കോല്, ദണ്ട്, അങ്ങനെയുള്ള അളവുകളായിരുന്നത്. ഒരു കോലെന്ന് പറയുമ്പം 72 സെൻറ്റിമീറ്ററിനകത്ത് വരുന്നൊരു കോല്.
പിന്നെ ദണ്ടെന്ന് പറയുമ്പോൾ 2.84 മീറ്ററോളം വരുന്ന നീളമുള്ള ഒരു ദണ്ട്. അപ്പം അങ്ങനെ പിന്നെ അങ്കുലം എന്ന് പറഞ്ഞുണ്ട്. പിന്നെ അത് വെച്ച് അന്ന് വിസ്തീർണം കണക്കാക്കുന്നതിന് ഏക്കർ സെൻറ്റ് കണക്കാക്കിയായിരുന്നു. പിന്നെ ഈ വ്യക്തികൾക്ക് പട്ടയം നൽകുമല്ലോ, ഇങ്ങനെ എത്ര തരം പട്ടയങ്ങളാണ് ഉള്ളത്? അത് പട്ടയം എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ വരുന്നത്? ആദ്യ കാലങ്ങളിൽ എങ്ങനെ ഉണ്ടായിരുന്നത്? അതിൻ്റെ ആദ്യ കാലങ്ങളിൽ സർക്കാർ ഭൂമിക്ക്, പുറമ്പോക്ക് ഭൂമിക്ക് കൊടുക്കുന്ന പട്ടയം ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയം, എല്ലേ പട്ടയം എന്ന് വെച്ചാൽ പുറമ്പോക്ക് ഭൂമിയാണെങ്കിൽ എല്ലേ പട്ടയം കൊടുക്കും. തരിശാരും എല്ലേ പട്ടയം കൊടുക്കുന്നത്. പുറമ്പോക്ക് നേരിട്ട് കൊടുക്കത്തില്ല. പുറമ്പോക്ക് തരിശ് പട്ടയം കൊടുക്കുന്നത് ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയമാണ്. അത് ഗവൺമെൻറ് വ്യക്തികൾക്ക് കൊടുക്കുന്ന പട്ടയം, വ്യക്തികൾക്ക് കൊടുക്കുന്ന പട്ടയമാണത്. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ LT പട്ടയമുണ്ട്. എന്ന് വെച്ചാൽ തണ്ടപ്പേരുള്ളത്, വല്ല ദേവസ്വം ഭൂമി, പിന്നെ അല്ലെങ്കിൽ വ്യക്തികളുടെ മിച്ചഭൂമി കണ്ടെത്തി, മിച്ചഭൂമിയൊക്കെ തണ്ടപ്പേരുള്ള ഭൂമിയല്ലേ, അപ്പോൾ അത് കൈവശം വെച്ചിരിക്കുന്ന പട്ടയമാണ് LT പട്ടയം. ഈ മിച്ചഭൂമിയും അവർ തന്നെ പുറമ്പോക്ക് ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മിച്ചഭൂമി എന്ന് പറഞ്ഞാൽ മിച്ചഭൂമി ഒരാളുടെ പേരിലുള്ള ഭൂമിയാണ്, ഒരു വ്യക്തിയുടെ പേരിലുള്ളതാണ്. അത് 15 ഏക്കർ അതിന് പിന്നെ ഒരു ലിമിറ്റുണ്ട്. ഒരാളുടെ ഭൂമി കൈവശം 15 ഏക്കർ എന്നൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൽ അധികം വന്നാൽ അത് സർപ്ലസ് ലാൻഡ്, എക്സസ് ലാൻഡാണ്. ആ ഭൂമിക്കാണ് മിച്ചഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. പിടിച്ചെടുക്കാൻ അധികാരമുണ്ട്. ഇപ്പോൾ 20 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ 15 ഏക്കർ അവർക്ക് വെക്കാവുന്നുണ്ട് അവരുടെ കുടുംബത്തിന്. അപ്പോൾ അധികം വന്ന 5 ഏക്കർ മിച്ചഭൂമിയാണ്. ആ മിച്ചഭൂമിക്ക് പട്ടയം കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ LT പട്ടയം കൊടുക്കാം, തണ്ടപ്പേരുള്ള നമ്പർ കൊടുക്കാം. പിന്നെ സർക്കാർ പുറമ്പോക്കാക്കി കൊടുക്കുകയാണെങ്കിൽ അത് LT ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയമായിട്ട് കൊടുക്കാം. അപ്പോൾ ഇവർക്ക് ഈ രണ്ട് പട്ടയങ്ങളും അവർക്ക് എത്ര വേണമെങ്കിലും അത് അനുഭവിക്കാനുള്ള അധികാരമാണോ? മീൻസ് മറിച്ച് വിൽക്കാനൊക്കെ അധികാരമുണ്ടോ? അതായത് അതിനകത്തൊരു പല കണ്ടീഷൻ പട്ടയമുണ്ട്. കണ്ടീഷൻ പറയും. ഈ പുറമ്പോക്ക് എല്ലാ പട്ടയം തന്നെ ചില കണ്ടീഷൻസ് ഉണ്ട്. ചിലർക്കാണെങ്കിൽ 12 കൊല്ലം കഴിഞ്ഞേ കൊടുക്കാവുള്ളൂ എന്ന് പറയും, ചിലർക്കാണെങ്കിൽ വിൽക്കാൻ പറ്റത്തില്ലെന്ന് പറയും. പിന്നെ അത് ഇതിനകത്ത് പിന്നെ വൃക്ഷങ്ങളുണ്ട്. ഇപ്പോൾ പുറമ്പോക്കിൽ നിന്ന്, അതായത് തരിശ് പട്ടയം കൊടുക്കുമ്പോൾ അത് പല വൃക്ഷങ്ങളും കാണും. ആ ഇന്ന വൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അത് അങ്ങനെയൊക്കെയുള്ള സംഭവം നോക്കി അതിൻ്റെ പട്ടയത്തിന് തന്നെ അതിൻ്റെ ഷെഡ്യൂൾഡ് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, എല്ലാം എഴുതിയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ അതനുസരിച്ചായിരിക്കണം അവർക്ക് പിന്നെ കൈമാറ്റം ചെയ്യണമെങ്കിലും എന്ത് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇപ്പോൾ പട്ടയമേള എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദിവാസി ട്രൈബ്സിനൊക്കെ കൊടുക്കുന്ന പട്ടയങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ എങ്ങനെയാണ് കണ്ടീഷൻസ്? അവർക്ക് പട്ടയമേള അതിപ്പം കൂടുതലും അത് ഫോറസ്റ്റ് ഭൂമി അവർക്ക് ഈ ആദിവാസികൾക്ക് കൃഷിക്ക് കൊടുക്കണമെന്നുള്ളൊരു നിയമമുണ്ട്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ കൈവശ രേഖ കൊടുക്കുന്നുണ്ട്. നേരത്തെ കൈവശ രേഖ കൊടുക്കുമായിരുന്നു. കൈവശ രേഖ കൊടുത്തിട്ട് അവർക്ക് അവിടെ കൃഷി ചെയ്യിച്ച് അവർക്ക് അനുഭവിക്കാം. അവർക്ക് മറിച്ച് വെക്കാൻ പറ്റില്ല. അത് മറിച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിയിലല്ല ഇപ്പോൾ കൊടുക്കുന്നത്. കൈവശ രേഖ കൊടുത്ത് അവർക്ക് അവിടെ താമസിച്ച് അവിടെ കൃഷി ചെയ്ത് അവർക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ 12 വർഷത്തിന് ശേഷം കൈമാറ്റം ചെയ്യുക, അങ്ങനെ ഒരു നിയമമുണ്ടോ? അങ്ങനെ നിയമമുണ്ട്. അത് നിയമം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയുള്ള പട്ടയമാണ്, കണ്ടീഷൻ പട്ടയം. അത് അവർക്ക് കൈമാറ്റം ചെയ്യാം അല്ല, അവിടെ അവർക്ക് എന്ത് വേണമെങ്കിലും അത് അനുഭവിക്കാം. 12 വർഷം കഴിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ എന്താണ് അത് പറഞ്ഞത്, ആ പട്ടയത്തിൽ പറയുന്ന വ്യവസ്ഥകൾ പാലിച്ചിരിക്കണം. പിന്നെ സാറേ, നമുക്ക് ഒരു പൊതുവായിട്ടുള്ള ജനങ്ങളുടെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, കൺസേൺസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ലാൻഡ്, ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു 10 സെൻറ്റ് ലാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ കുറേ വിഷയങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ അതിര്, രണ്ടാമത്തത് വഴി. ഇപ്പോൾ ഇതൊക്കെ ഓരോ വ്യക്തികളുടെയും കൺസേൺസാണ്. ഇപ്പോൾ ഒരു സ്ഥലം വാങ്ങുമ്പോൾ അതിരിൽ പ്രശ്നം വരിക. അപ്പോൾ ഈ അതിരിൽ പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണ്? അത് ഉണ്ടോ ഇല്ലയെന്ന് പരിഹരിക്കാൻ അതെങ്ങനെയാണ് അത് അറിയാൻ പറ്റുക? ഈ ഗവൺമെൻറ് രേഖകളിൽ നമുക്ക് എങ്ങനെയാണെന്ന് അതായത് എല്ലാം എന്തായാലും രജിസ്റ്റേർഡ് ലാൻഡ് ആയിരിക്കുമല്ലോ. എല്ലാം രജിസ്റ്റേർഡ് ലാൻഡ് എന്ന് വെച്ചാൽ ഒരു രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റേർഡ് ലാൻഡായിട്ട് തന്നെ മാറുക. അത് ഒരു രജിസ്റ്റേർഡ് ഭൂമിക്ക് അവർക്ക് അതിൻ്റെ ബൗണ്ടറി ഡിമാർക്കേഷൻ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം താലൂക്കിൽ ഭൂരേഖ തഹസീൽ ഓഫീസിലാണ് ചെയ്യേണ്ടത്. അപ്പം ഒരു കക്ഷിക്ക് ആകെ താലൂക്കിലെ മെയിൻ 2 കാര്യം ബൗണ്ടറി ഡിമാർക്കേഷനാണ്. അത് സർവേ ഭൂമിയും അൺസർവേഡ് ഭൂമിയുണ്ട്. സബ് ഡിവിഷൻ വന്നതുകൊണ്ട് സബ് ഡിവിഷൻ വരാത്തതുകൊണ്ട് അത് 2 ഫോം, ഫോർ നമ്പർ 8, ഫോർ നമ്പർ 10, 2 ഫോമിൽ അപേക്ഷ കൊടുക്കുന്നത്. ഫോർ നമ്പർ 8 കൊടുക്കുന്നത് അൺസർവേഡ് പോർഷനും 10 കൊടുക്കുന്നത് സർവേഡ് പോർഷൻ. സാർ, ഈ അൺസർവേഡും സർവേഡ് എന്താണ് സാർ? ശരി, എന്നുവെച്ചാൽ നമ്മൾ ഒരു സബ് ഡിവിഷൻ പ്രത്യേകം ഫുള്ള് സ്കെച്ചിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ 5 സെൻറ്റ് മേടിക്കുന്നു, അത് രജിസ്റ്റർ സ്കെച്ചിൽ വന്നിട്ടുണ്ട്. അതിനെയാണ് സർവേഡ് സ്കെച്ച് എന്ന് പറയുന്നത്. അതായത് സബ് ഡിവിഷനായി അതിന് ഷേപ്പായി ആ ഒരു 5 സെൻറ്റിന് ഒരു സബ് ഡിവിഷൻ ഉണ്ട്. ഇപ്പോൾ 5-ൽ നിന്ന് നമ്മൾ 2 സെൻറ്റ് മേടിക്കുക, അത് പ്രത്യേക സബ് ഡിവിഷൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ അത് വേണ്ടത്
ഫോൺ നമ്പർ 8 കൊടുക്കണം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സർവേ നമ്പർ ഒരു 312 സർവേ നമ്പർ, അതിൻ്റെ ഉള്ളിലൊരു 4 സബ് ഡിവിഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ 4-ൽ 1 വാങ്ങുന്നതിൽ സർവേഡാണ്. സർവേ 1 വിളിക്കുന്നത് സർവേഡാണ്. അതിൻ്റെ ഉള്ളിലെ പകുതിയാണ് വാങ്ങുന്നതെങ്കിൽ അൺസർവേ. 4 കഴിഞ്ഞിട്ട് അവസാനം 5, 6, 7 അതൊക്കെ സബ് ഡിവിഷൻ കുറേ സബ് ഡിവിഷൻസ് ഉണ്ടെങ്കിൽ അത് കട്ട് പിടിക്കുകയാണെങ്കിൽ അൺസർവേഡാണ്. നമ്മളതിന് ഫോൺ നമ്പർ 8 അപേക്ഷ കൊടുക്കണം. സർവേഡ് പോർഷൻ്റെ ബൗണ്ടറിയാണ്. നമുക്ക് ആ സ്കെച്ചിലുള്ള അറിയണമെങ്കിൽ ഫോൺ നമ്പർ. അപ്പോൾ ഏതൊരു വ്യക്തിക്കും സാധാരണ താലൂക്കിൽ പോയിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണത്. എല്ലാവർക്കും കൊടുക്കാം. അത് ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി കൊടുക്കുന്നതാണോ? വൈറ്റ് പേപ്പറിലല്ല, ഫോൺ നമ്പർ. അതിന് ഫോം ഉണ്ട്. ഫോം 10ഉം 8ഉം. 10 എന്ന് പറയാൻ സർവേഡ് പോർഷൻ ഉണ്ട്, 8 എന്ന് പറയാൻ അൺസർവേഡ് പോർഷൻ ഉണ്ട്. ഞാൻ പറയുമ്പോൾ ഒരാൾ നമ്മൾ 10 സെൻറ്റ് സ്ഥലം എനിക്ക് സ്വന്തമായിട്ടുണ്ട്, അത് പ്രത്യേകം സ്കെച്ചിൽ വന്നിട്ടുണ്ട്, അതെനിക്ക് അതിർത്തി നിർണ്ണയിച്ച് തരണം. ബൗണ്ടറി ഡിമാർക്കേഷൻ കക്ഷിയുടെ നമുക്ക് ഏതൊരു വ്യക്തിക്കും അപേക്ഷിക്കാം, ഡിമാർക്കേറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കാം. അപ്പം താലൂക്ക് അപേക്ഷ കൊടുക്കുന്നു. അവർ വന്നിട്ട് ആ അപേക്ഷ അവർ നേരെ വില്ലേജിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. എൻ്റെ റവന്യൂ ലിസ്റ്റ് എടുക്കുന്നു. എന്നിട്ട് എൻ്റെ സൈഡ് ആൾക്കാരുടെ വിവരങ്ങളൊക്കെ വരികയാകുന്നു. തിരിച്ച് വീണ്ടും താലൂക്കിൽ അയക്കുന്നു. താലൂക്കിൽ നിന്ന് അത് അവർക്ക് കക്ഷികൾക്ക് താലൂക്കിൽ നിന്ന് അവർ ഫീസ് അടപ്പിക്കുന്നു. പിന്നെ ബന്ധപ്പെട്ട സർവേയർക്ക് ഫയൽ കൊടുക്കുന്നു. സർവേയർ നോട്ടീസ് അയക്കുന്നു. കക്ഷികൾക്ക് തഹസീലാണ് അയക്കേണ്ടത്, തഹസീലിൻ്റെ പേരിലാണ് അയക്കേണ്ടത്. ചുറ്റുമുള്ള കക്ഷിക്ക് നോട്ടീസ് അയക്കുന്നു. കക്ഷിക്ക് നോട്ടീസ് കൊടുക്കുന്നു. പോയി അതിർത്തി പോയി ഡിമാർക്കറ്റ് ചെയ്യുന്നു. ഡിമാർക്കറ്റ് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ, അതായത് സ്കെച്ച് ഉണ്ടെങ്കിൽ, അതായത് ഫോൺ നമ്പർ 10-ലാണെങ്കിൽ സ്കെച്ചിനനുസരിച്ചും, 8-ലാണെങ്കിൽ സ്കെച്ചിൽ വന്നിട്ടില്ലല്ലോ, വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെയോ കൈവശത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഡോക്യുമെൻ്റ് വായിച്ച് നോക്കി അതിർത്തി നിർണ്ണയിക്കാം. സർവേറാണ് ചെയ്യേണ്ടത്. അത് ആധാരം വാങ്ങി 4 അതിൽ എത്രയാണെന്ന് നോക്കിയിട്ട് 4 അതിൽ നോക്കിയിട്ട് അതിൽ ചിലപ്പോൾ പറയും ഇന്ന സൈഡാണെന്ന് പറയാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ചില പറഞ്ഞെഴുതുന്ന ഡിസ്റ്റൻസ് പറഞ്ഞെഴുതും. അപ്പോൾ അത് നോക്കിയിട്ട് സർവേയർ അതനുസരിച്ച് ചെയ്തിട്ട് അങ്ങനെ ബൗണ്ടറി നിർണ്ണയിക്കാം. അല്ലെങ്കിൽ അതിൽ അതൊന്നും പറയുന്നില്ലെങ്കിൽ ഇവർ വ്യക്തമായ ഭൂമിയിൽ ബൗണ്ടറി വെച്ചിട്ടുണ്ടാവും, അതിൽ വെച്ചിട്ടുണ്ടാവും. അതനുസരിച്ച് സ്കെച്ച് തയ്യാറാക്കാം. കക്ഷികൾ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 2 കൂട്ടിലെയും സമ്മതപ്രകാരം ആക്കാം. അത് ചിലപ്പോൾ ഒരാൾ ഇപ്പോൾ 5 സെൻറ്റ് സ്ഥലത്തിന് അതിർത്തി ഇവിടെ വരാതെ പറയും. അതാണ് അവിടെ തന്നെ പ്രശ്നം വരിക. അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുക. ഒരാൾ പറയും ഒരടി അപ്പുറത്താണെന്ന് പറയും, ഒരാൾ പറയും ഇപ്പുറത്താണെന്ന് പറയും. അപ്പം എന്ത് ചെയ്യും? ആധാരം പരിശോധിക്കും. ആധാരത്തിലുള്ള മെഷർമെൻറ്റ് പരിശോധിക്കും. ആധാരം വെച്ച് നോക്കി ഒരു സർവേയർ ആർബിറ്ററാണല്ലോ. അപ്പം സർവേയർക്ക് തീരുമാനിക്കാം, ആധാരം വെച്ച് വായ്പ ഇതാണെന്ന് പറയാം. പിന്നെ വീണ്ടും തർക്കം വന്നാൽ അതൊരു കോടതി കൊണ്ടേ തീരത്തുള്ളൂ. പിന്നെ അവിടെ പിന്നെ താലൂക്കിന് പിന്നെ ഇതില്ല. പിന്നെ ആ കക്ഷിക്ക് കോടതിയിൽ പോവാം. കോടതി പാമ്പളത്തിൽ അന്നേരം നില തർക്കം വന്നാൽ ചിലപ്പോൾ ഇത് റിക്കറെല്ലാം തയ്യാറാക്കിയിട്ടാണ് വരുന്നതെങ്കിൽ അത് ജില്ലാ സർവീസ് സൂപ്രണ്ട് പരിശോധിക്കാം. ഇനിയിപ്പോൾ തർക്കം വന്നില്ല, 2 കക്ഷികളും അതിന് ഓക്കെയാണ്. അപ്പോൾ ഒരു ബൗണ്ടറി മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെയുള്ള പ്രൊസീജിയർ എങ്ങനെ വരുന്നത്? താലൂക്ക് അടിസ്ഥാനത്തിൽ പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ് വരുന്നത്? പിന്നെ ഒരു സ്റ്റെപ്പ് പിന്നെ അതിൽ തീർന്നില്ലേ? അഥവാ അത് അവർ നമ്മൾ അതിർത്തി നിർണ്ണയിച്ച് കഴിഞ്ഞു. ഫോൺ നമ്പർ 10-ലാണ് കൊടുക്കുന്നതെങ്കിൽ അതിർത്തി നിർണ്ണയിച്ച വിവരം ഫോൺ നമ്പർ 13-ൽ ചുറ്റോട്ടുള്ള കക്ഷിയും ആ കക്ഷിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും അറിയിക്കും. പിന്നെ രേഖയിൽ ഓൾറെഡി ഓക്കെ ആണല്ലോ അല്ലേ? അതായത് ഫിസിക്കലി ആണല്ലോ ആ ഡിമാർക്കേഷൻ നടക്കേണ്ടത്. ഫോൺ നമ്പർ 10-ആണ് 10 കൊടുക്കുന്നത് സ്കെച്ചിലുള്ളത്. അപ്പോൾ 13 കൊടുത്ത് എല്ലാവരും ഓക്കെ ആക്കി സമ്മതിച്ചു വിട്ടു. ഇപ്പോൾ 8-ലാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ സബ് ഡിവിഷൻ സ്കെച്ച് ആവുന്നേ ഉള്ളൂ. ഈ സ്കെച്ച് അളന്നെടുത്തതിന് ശേഷം തഹസീൽദാർ ഇത് എല്ലാം ഇവർ തഹസീൽ ഓഫീസ് എല്ലാം ചെയ്തിട്ട് ഇത് നേരെ ജില്ലാ സർവീസ് സൂപ്രണ്ടിന് അയച്ച്, ജില്ലാ സർവീസ് സൂപ്രണ്ടിന് ഇപ്പം ജില്ലാ സൂപ്രണ്ട് അയക്കുന്നില്ല, ഇപ്പോൾ ഹെഡ് സർവർ തന്നെ ചെയ്യുക. ഹെഡ് സർവർ കൊടുത്ത് ഹെഡ് സർവർ അപ്രൂവ് ചെയ്തതിന് ശേഷം ഇത് തഹസീൽദാർ നോട്ടീസ് 4 സെക്ഷൻ 4 നോട്ടീസ് നമ്പർ 4 കൊടുക്കും കക്ഷികൾക്ക്. നോട്ട് കൊടുത്തതിന് ശേഷം 3 മാസ കാലയളവ് കൊടുക്കും പരാതി ഉണ്ടെങ്കിൽ കൊടുക്കാൻ. അതിനുശേഷം ഇത് പരാതി ഇല്ലെങ്കിൽ അങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അന്നേരം പരാതി വന്നാൽ പോയി പരിശോധിച്ചിട്ട് തർക്കം ഉണ്ടെങ്കിൽ കോടതിക്ക് വിടും. വേറെ പിന്നെ ഇവിടെ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നടപടിയില്ല. സാർ ഇതേപോലെ തന്നെ ഒരു പൊതുവഴിൻ്റെ വിഷയങ്ങൾ കുറേ വരുമല്ലോ. അതായത് വഴി അവകാശം എന്നുള്ള കുറേ വിഷയങ്ങൾ വരും. ഇതിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പ്രൊസീജിയറോ കാര്യങ്ങളുണ്ടോ? ഇപ്പോൾ ഒരു വ്യക്തി ഞാനിപ്പോൾ പുറമ്പോക്ക് സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ താലൂക്കിലെയും വില്ലേജ് ഓഫീസറുടെയൊക്കെ ഡ്യൂട്ടി. പുറമ്പോക്ക് സംരക്ഷണമാണ്. മുൻകാലങ്ങളിൽ 12 അടി വഴി ഉണ്ടായിരുന്നു. അതിൽ ആരെങ്കിലും കയറ്റി അതൊരു 8 അടിയായി എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷം ഉള്ള വീടുകളിലുള്ള ആളുകളായിട്ടുള്ള കോൺഫ്ലിക്ട്സ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ കേസുകളൊക്കെ അത് കോടതിയിൽ ഡയറക്റ്റ് പോവാതെ താലൂക്കിൽ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് പ്രൊസീജിയർ ഉണ്ടോ? അതെങ്ങനെയാണ് അതിൻ്റെ താലൂക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വില്ലേജ് ഓഫീസർ നോക്കണം പുറമ്പോക്കാരെല്ലാം കയ്യേറിയിട്ടുണ്ടോ എന്നുള്ളത്.
പിന്നെ അതിൽ ഉണ്ടെങ്കിൽ അവർ തഹസീൽദാർക്ക് റിപ്പോർട്ട് ചെയ്യണം. അതെങ്ങനെ സാർ? ഇപ്പോൾ വില്ലേജിൽ ആക്ച്വലി ഒരു സർവേ വിങ് ഇല്ലല്ലോ. ഇല്ല, അവരെ പുറമ്പോക്ക് പരിശോധിക്കാൻ അവരും സർവേ പഠിച്ച ആൾക്കാരാണല്ലോ വില്ലേജ് സ്റ്റാഫ്. അപ്പോൾ അവർക്ക് നോക്കാമല്ലോ, അവർക്ക് നോക്കണമല്ലോ. ഫിസിക്കലി അവർ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കയ്യേറ്റമുണ്ട് റിപ്പോർട്ട് ചെയ്യാം. അത് അവിടെ താലൂക്കിലേക്ക് റിപ്പോർട്ട് ചെയ്യും. താലൂക്കിലേക്ക് റിപ്പോർട്ട് ചെയ്യും പുറമ്പോ കയ്യേറിട്ടുണ്ടെന്ന്. അപ്പോൾ താലൂക്ക് സർവേയർ വന്ന് പരിശോധിച്ചിട്ട് പുറമ്പോ കയ്യേറിനെ അവരെ ഒഴിപ്പിക്കാം. അത് ഒഴിപ്പിക്കും. അതാണ് നിയമം അല്ലേ? അത് അവരവിടെ നിന്ന് മാർക്ക് ചെയ്ത് സർവേ ലൈനിട്ട് ചെയ്യാം എന്നുള്ളതാണ്. അല്ലാതെ അല്ലെങ്കിൽ പോലീസിനെ കൊണ്ടുവന്നാലും ശരി, പോലീസ് പ്രൊട്ടക്ഷനോടെ അവർക്ക് ഒഴിപ്പിക്കാം, താലൂക്ക് തന്നെ ചെയ്യാം. ഇതിൽ വേറെ ഒരു ഇതുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ലാൻഡ് അല്ല, ഇപ്പോൾ പ്രൈവറ്റായിട്ടൊരു വ്യക്തി ഒരു 12 അടിയിൽ 14 അടി റോഡിന് വേണ്ടി വിട്ടു. ഈ വിട്ട ലാൻഡിൽ ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒഴിപ്പിക്കാൻ എന്തെങ്കിലും മീൻസ് ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും സംവിധാനങ്ങളോ അപേക്ഷകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പുറമ്പോക്ക് ലാൻഡ് വിട്ടെങ്കിൽ അത് ആ കക്ഷിക്ക് തന്നെ ഈ അതിൽ നിന്ന് അതിന് അപേക്ഷ കൊടുക്കാമല്ലോ. അല്ല, പൊതുവഴിയായിട്ട് വിട്ടുകൊടുത്തു, പക്ഷേ അത് പഞ്ചായത്തിന് എഴുതി കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു കേസാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു 100 മീറ്റർ അപ്പുറത്ത് ഒരാൾ വീട് കിട്ടുന്നു. അപ്പോൾ അയാളുടെ ലാൻഡ് തന്നെ ആണെങ്കിൽ അയാൾ ഒരു 14 അടി വഴിയാക്കിയിട്ട് പിന്നെ 2 സൈഡിൽ പുതിയ വീടുകൾ വരുന്നു. അപ്പോൾ കാലഘട്ടങ്ങളിൽ അവർ കയറ്റി അത് 14 അടി ഉണ്ടായിരുന്നത് 12 അടിയായി, 10 അടിയായി. ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ കുറേ വഴിൻ്റെ വിഷയങ്ങൾ അങ്ങനത്തെ കുറേ കേസ് സ്റ്റഡിയിൽ ഉണ്ടാവാറുണ്ട്. അതായത് പുറമ്പോക്കല്ല എന്നുണ്ടെങ്കിൽ അത് റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടില്ല. അവരാസ്തിയിലൊന്നും കൊള്ളിച്ചിട്ടില്ല, പണിയൊന്നും നടന്നിട്ടില്ല. ജസ്റ്റ് മണ്ണ് റോഡാണ്, വീതി ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. പിന്നെ അതിന് ശേഷം അത് കുറഞ്ഞു വന്നു. അപ്പോൾ ആ ഒരു ഘട്ടങ്ങളൊക്കെ ഇതിനെ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? അതൊരു നിയമപരമായിട്ട് അതിന് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? നിയമപരമായിട്ട് ചെയ്യത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജന്മം ലാൻഡാണെങ്കിൽ, അതായത് പുറമ്പോക്കാണെങ്കിൽ മുൻ റെക്കോർഡിൻ്റെ അടിസ്ഥാനത്തിലും, ജന്മിയുടെ ലാൻഡാണെങ്കിൽ നാളെ കൈവശപ്രകാരവും സർവേ ചെയ്യണമെന്നാണ്. അന്നേരമുള്ള റെക്കോർഡ് പ്രകാരം, പുറമ്പോക്ക് റെക്കോർഡ് പ്രകാരം തന്നെ നിർത്തണം. ഇപ്പോൾ 5 സെൻറ്റ് തന്നെ. ജന്മികളുടെ സ്ഥലമാണെങ്കിൽ ഇപ്പോൾ അവർക്ക് 10 സെൻറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കൈവശം 8 ഉള്ളെങ്കിൽ ആ 8 വെച്ച് സർവേ ചെയ്യണമെന്നാണ്. ഇപ്പോൾ 2 കയ്യേറിയ 2 സെൻറ്റ് കയ്യേറിയവർ അത് അവർക്ക് തന്നെ. അത് ശരി, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ആ ഒരു ഇത് വരിക അല്ലേ? ഇപ്പോഴത്തെ നിയമം അങ്ങനെ പോകുന്നത്. അപ്പോൾ നിലവിലപ്പോൾ അത് കയ്യേറാത്ത രീതിയിൽ ഗവൺമെൻറ്റിന് ഹാൻഡ് ഓവർ വേഗം ചെയ്യുക. ഈ ഡിമാർക്കറ്റ് നേരത്തെ തന്നെ പൗണ്ട് ഡിമാർക്കറ്റ് ചെയ്ത് താലൂക്കിന്നുണ്ട്, ഡിമാർക്കറ്റ് ചെയ്ത് നമ്മൾ അതിർത്തി സംരക്ഷിക്കണം. സ്ഥലം വാങ്ങുന്ന ആൾ എപ്പോഴും സ്ഥലം ഇതിനൊക്കെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. സർവേക്കല്ല് ഇട്ട് സംരക്ഷിക്കണം. വില്ലേജുമായി ബന്ധപ്പെട്ടിട്ട് ലാൻഡിൻ്റെ സർവീസസുകൾ എന്തൊക്കെയാണ് വരുന്നത്? വില്ലേജിൽ ഇപ്പോൾ നമുക്കിപ്പോൾ പൊതുവായിട്ട് ജനങ്ങൾ ഏറ്റവും ഓടിച്ചെല്ലുന്നൊരു റവന്യൂ സംവിധാനം വില്ലേജാണല്ലോ. അപ്പോൾ അതിൽ സർവേയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ സർവീസസാണ് ഉണ്ടാവുക ഉള്ളത്? സർവേയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്ന് അവർ പറയുന്നെങ്കിലും വില്ലേജ് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ അളവ് ജോലികളും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവർ അവർ താലൂക്കിൽ അയക്കത്തുള്ളൂ. കിട്ടിയാലും അവർ നേരെ താലൂക്കിലോട്ട് അയക്കും. പിന്നെ പോക്കൂരമാണ് താലൂക്കിൽ പറഞ്ഞിട്ടുള്ളത്. ലൊക്കേഷൻ സ്കെച്ചൊക്കെ വില്ലേജിൽ അധിഷ്ഠിതമാണ്. ലൊക്കേഷൻ സ്കെച്ച് തയ്യാറാക്കുക. ബാക്കി ഒത്തിരി പണി അവർക്ക് എളുപ്പ പണി വേറെ തന്നെ ഉണ്ടല്ലോ, പണിയുണ്ട്. ഇതിപ്പം സർവേ സംബന്ധിച്ച് അവർ നേരെ താലൂക്കിലോട്ട് വിടുകയാണ് പതിവ് സാധാരണ. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ Form 8 Form 10. അപ്പോൾ അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ആളുകളുടെ ഡാറ്റ കളക്ഷൻ താലൂക്കിൽ നിന്ന് വില്ലേജിൽ ലെറ്റർ അയക്കും. അപ്പോൾ അത് അവർ അവിടുന്ന് ആ FMB വെച്ചിട്ട് സറൗണ്ടിങ്ങിൽ ആരൊക്കെയാണ് ഉള്ളത് അവരുടെ ഡാറ്റ തിരിച്ച് എല്ലാം കളക്ട് ചെയ്ത് അതിനകത്ത് എഴുതി അത് റവന്യൂ ലിസ്റ്റ് തയ്യാറാക്കി അങ്ങനെ അത് വില്ലേജ് ഓഫീസർ ആ സ്ഥലം സന്ദർശിച്ചിട്ട് ചെയ്യണം ഇല്ല, രേഖയിൽ നോക്കിയിട്ട് അവർ സ്കെച്ച് നോക്കിയിട്ട് സ്കെച്ചിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ വീട്ടിൽ അവിടെ തന്നെ നമുക്ക് പരിശോധിക്കാം. പിന്നെ അവർക്ക് ചിലർക്ക് പറ്റത്തില്ലെങ്കിൽ അവർ ഫീൽഡിൽ പോയി പരിശോധിക്കുന്നവരും ഉണ്ട്. അവർ പറയും നോക്കണമെന്നൊക്കെ ചില പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഒരുവിധം അറിയാവുന്ന വില്ലേജ് അവിടെ ചെന്ന് നോക്കി ചെയ്യാവുന്നേ ഉള്ളൂ. സാറേ 2 കേസുണ്ട്. ഒന്ന് സർവേ നമ്പറിൽ തെറ്റുന്ന കേസുകൾ. അതായത് ചില കേസിൽ ആധാരത്തിൽ തെറ്റിയിട്ടുണ്ടാവും, ചില കേസിൽ ഈ ടാക്സിൻ്റെ റെസിപ്റ്റിൽ രണ്ടിലും തമ്മിൽ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക ഏതാണ് ശരി, അതെങ്ങനെയാണ് ശരിയാക്കേണ്ടതെന്ന് എങ്ങനെ അറിയാൻ പറ്റുക? അതായത് സർവേൻ്റെ തെറ്റെന്ന് പറയുന്നത് ഈ പട്ടയം കൊടുക്കുമ്പം പട്ടയത്തിൽ ചിലപ്പോൾ സർവേൻ്റെ തെറ്റി കൊടുക്കാറുണ്ട്. പട്ടയത്തിൽ ഇപ്പം പണ്ട് റീസർച്ച് മുമ്പൊക്കെ നല്ല വയഡ് ഏരിയ ആയിരുന്നു. അതൊരു നമ്പർ കൊടുക്കുമ്പം ഇന്ന സ്ഥലത്ത് ഇന്ന നമ്പറാണെന്ന് അറിയത്തില്ല, കറക്റ്റ് അറിയത്തില്ല. അതിൽ ശാസ്ത്രീയമായ രീതി സർവേ ചെയ്തായിരുന്നില്ല അന്ന് പട്ടയം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ തെറ്റുന്നത് പട്ടയത്തിൽ തന്നെ തിരുത്തണം. അതെങ്ങനെയാണ് തിരുത്താൻ അതിൻ്റെ പ്രൊസീജിയർ? അത് തിരുത്താൻ തഹസീൽദാർക്ക്
ഇപ്പം ഒരു പവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എവിടെ അപേക്ഷ കൊടുക്കേണ്ടത്? താലൂക്ക് കൊടുത്താൽ മതി. താലൂക്കിൽ അപേക്ഷ കൊടുക്കുക. പട്ടയത്തിൽ സർവേ നമ്പർ തെറ്റാണ്. ഈ സർവേ നമ്പർ തെറ്റാണ് നമ്മൾ എങ്ങനെ അറിയുക? ഒരു കക്ഷി, സാധാരണ ഒരു വ്യക്തിയാണല്ലോ. വ്യക്തിക്ക് അറിയത്തില്ല. ഒരു സർവേയർ സ്ഥലത്ത് പരിശോധിക്കുമ്പോഴാണ് അറിയാൻ പറ്റത്തുള്ളൂ ഈ സർവേ നമ്പർ, ഈ പട്ടയത്തിൻ്റെ സർവേ നമ്പർ അതല്ലെന്നുള്ളത്. പിന്നെ തെറ്റുന്നത് ആധാരത്തിൽ. ഇപ്പം ഒരു കക്ഷിക്ക് കുറേ സർവേ നമ്പർ സ്ഥലമുണ്ടാവും. ഒരു സ്ഥലം ഒരു സ്ഥലം കൊടുക്കുന്നതിൻ്റെ സർവേ നമ്പർ അതായിരിക്കത്തില്ല. ചില വേറെ നമ്പറിലുള്ള സ്ഥലം മറ്റു നമ്പറിൽ കൊടുക്കും. ആധാരം ചെയ്യും. അതായത് ഒരു ലാൻഡ് ടാക്സിൻ്റെ റെസിപ്റ്റിൽ കുറേ സർവേ നമ്പറുകളുണ്ടാവും. സർവേ നമ്പർ ഉണ്ടാവും. കൊടുക്കുന്ന സ്ഥലത്തിൻ്റെ നമ്പർ ആക്ച്വലി അതായിരിക്കത്തില്ല. ഇപ്പോൾ എനിക്കിപ്പോൾ ആകെ ഒരു സെൻറ്റ് സ്ഥലത്താണെങ്കിൽ എനിക്കറിയാം ആ നമ്പർ അതാണെന്ന് അറിയാം. ഒരു 10 നമ്പറുണ്ട്, ഞാൻ കൊടുക്കുന്ന നമ്പർ അതാണെന്ന് കക്ഷിക്ക് അറിയാൻ പറ്റത്തില്ല. അതിലാണ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം ആ സമയത്തെന്ന് പറഞ്ഞാൽ ഒരു സർവേയറെ വിളിച്ച് ആ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് നമ്പർ കറക്റ്റ് ചെയ്ത് സ്കെച്ചാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ അങ്ങനെ തെറ്റ് സംഭവിക്കത്തില്ല. അപ്പോൾ ഇത് ഈസി ആയിട്ട്, അതായത് ഇപ്പോൾ ഒരു ടാക്സ് റെസിപ്റ്റിൽ ഇത് ഇന്ന സർവേ നമ്പറാണെന്ന് പറഞ്ഞിട്ട് ആധാരം എഴുത്തെടുത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കുമ്പോഴാണ് മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ ആധാരത്തിൽ മിസ്റ്റേക്ക് വന്നാൽ എന്താണ് ഇനി? സാർ പറയും. ആധാരത്തിൽ പിന്നെ അത് തിരുത്താൻ ചെയ്തേ പറ്റത്തുള്ളൂ. അല്ല, അത് പ്രകാരം ഒരു മറ്റേ വില്ലേജ് പോക്കര് ചെയ്തിട്ടുണ്ടാവാം. ആ പോക്കര് ചെയ്യുന്നത് ആധാരത്തിലുള്ള സർവേ നമ്പർ പ്രകാരമായിരിക്കും. ആധാരത്തിലുള്ള സർവേ പ്രകാരമാണ് പോക്കര് ചെയ്യുന്നത്. അപ്പം നോക്കിയപ്പോൾ സർവേ നമ്പർ തെറ്റ്, കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ സർവേ നമ്പർ തെറ്റാണ്. അപ്പോൾ പിന്നെ തിരുത്താരം ചെയ്യേണ്ടി വരും. ആ തന്ന കക്ഷി തന്നെ തിരുത്താരം ചെയ്ത് കൊടുക്കേണ്ടി വരും. ആധാരം രജിസ്ട്രേഷൻ പാർട്ടിൽ തിരുത്താധാരം ചെയ്ത് എന്നിട്ട് പിന്നെ വീണ്ടും വില്ലേജിലാണോ പിന്നെ താലൂക്കിലാണോ? അല്ല, വില്ലേജ് താലൂക്ക് വിടും. താലൂക്ക് വന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് അത് ടാക്സ് റെസിപ്റ്റിൽ മീൻസ് പോക്കൊരു രണ്ടാമത് ചെയ്യുമോ? ചിലപ്പോൾ വില്ലേജിൽ തന്നെ ചെയ്യാൻ പറ്റും. എങ്കിലും വില്ലേജ് വഴി അത് താലൂക്കിലാക്കിയാൽ താലൂക്കിൽ നേരെ വില്ലേജ് കൊടുക്കുക. പിന്നെ അവർ ആ താലൂക്കിലാക്കി അയച്ചിട്ട് സംഭവം ചെയ്യും. ഈ ടാക്സ് റെസിപ്റ്റിൽ സർവേ നമ്പർ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് എന്തായിരിക്കും കാരണം? അത് ടാക്സ് റെസിപ്റ്റിൽ ആധാരത്തിലെ നമ്പർ തന്നെയാണ് പിന്നെ ടാക്സ് റെസിപ്റ്റിൽ വരേണ്ടത്. എന്നാൽ ആധാരത്തെ നമ്പരല്ല വരണമെന്നില്ല. ഇപ്പം ഒരു സബ് ഡിവിഷൻ പൂർണ്ണമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആധാരത്തെ നമ്പർ തന്നെ ടാക്സ് റെസിപ്റ്റ് വരും. അല്ല, ഭാഗികമായി കൊടുക്കുകയാണെങ്കിൽ ഇപ്പം എക്സാമ്പിൾ ഒരു സർവേ നമ്പർ 10 5 എന്ന സബ് ഡിവിഷനിൽ നിന്ന് 5 സെൻറ്റ് കൊടുക്കുന്നു എങ്കിൽ ടാക്സ് റെസിപ്റ്റ് വരുന്നത് 5ൽ 2 എന്നുള്ള സബ് ഡിവിഷനാണ് ടാക്സ് റെസിപ്റ്റ് വരേണ്ടത്. സബ് ഡിവിഷൻ ചെയ്ത് 5ൽ 2 എന്ന നമ്പറിലാണ് വരുന്നത്. 5 വരത്തില്ല. 5 എന്ന് പറഞ്ഞാൽ 5ൽ നിന്ന് ഫുള്ള് പോയില്ലല്ലോ. 5 കൊടുത്ത വ്യക്തിക്ക് 5 നിലനിർത്തും. മനസ്സിലായി? അപ്പോൾ അങ്ങനെ തന്നെ വരേണ്ടത്. പിന്നെ ഇത് മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ എന്തോ ക്ലിക്ക് മിസ്റ്റേക്കാണ്. ചിലപ്പോൾ 5 എന്നുള്ള മാറി 6 ആവുക, അല്ലെങ്കിൽ 5ൽ 8 ആക്കുക, 5 8 എന്നൊക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമാണ്. അത് അവിടെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? അത് ആധാരം കൊണ്ടുപോയിട്ട് അവിടെ തന്നെ ചേഞ്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ സബ് ഡിവിഷൻ ഫിസിക്കലി സൈറ്റിൽ നടന്നില്ലെങ്കിലും അത് മറ്റേ വില്ലേജിൽ അത് പോക്കര് നടത്തുമ്പോൾ ഒരു സബ് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യും അവിടെ അല്ലേ? 5ൽ 2 എന്നുള്ളത് സബ് ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യും. അത് ഇവിടെ നിന്ന് വില്ലേജ് താലൂക്കിൽ നിന്ന് അവർ ചെയ്ത് അയക്കുന്നത്. അങ്ങനെ ചെയ്ത ഇതാണോ അൺസർവേഡ് ഇത് പറയുന്നത്? സാർ നേരത്തെ പറഞ്ഞല്ലോ. അല്ലല്ല, അങ്ങനെ പോയത് സബ് ഡിവിഷൻ റെക്കോർഡ് ആവത്തില്ല. പിന്നെ ആ കിട്ടിയ കരോളിക്ക് രസീത് ആ സബ് ഡിവിഷൻ റെക്കോർഡ് തയ്യാറാക്കുന്നതിന് പൂർണ്ണ ബ്രെട്ടിൽ അപേക്ഷ കൊടുത്തെങ്കിലേ സബ് ഡിവിഷൻ റെക്കോർഡ് ആകത്തുള്ളൂ. അപ്പോൾ പിന്നെ 5ൽ 2 എന്നുള്ള മാറി ചിലപ്പോൾ കണ്ടിന്യൂഷൻ പുതിയ നമ്പരാവാം, തുടർ നമ്പരാവും. 5ൽ 2 മാറി തുടർ നമ്പരാവും. ആ സർവേ നമ്പറിൽ 10 സബ് ഡിവിഷൻ ഉണ്ടെങ്കിൽ 11 നമ്പർ ഇട്ടായിരിക്കും നമുക്ക് തരുന്നത്. അപ്പം 5ൽ 11 കഴിഞ്ഞു, സർവേ നമ്പർ മാറി. പക്ഷേ തെറ്റല്ലത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നാട്ടിൽ എല്ലാ സ്ഥലത്തും ഈ സർവേ സ്റ്റോണുകളുണ്ടാവും, സർവേ കല്ലുകൾ. ഗവൺമെൻറ്റിൻ്റെ പെർമനൻറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സർവേ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റോണുകളാണല്ലോ. സാധാരണ ആളുകൾക്കൊന്നും അറിയില്ല. ഇപ്പോൾ ഓരോ കല്ലുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, അത് ആവശ്യമാകുമ്പോൾ മറ്റേ കളയും എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കല്ലുകളുടെ കാറ്റഗറി എങ്ങനെയാണ്? ഈ കല്ലുകൾ പോകുമ്പോഴുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യാം. അതായത് ചില കല്ലുകൾ അതിർത്തി കല്ലുകളായിരിക്കും, ചില കല്ല് അതിർത്തിയിലായിരിക്കത്തില്ല. നമ്മൾ സർവേ ചെയ്യുന്ന സമയത്ത് നേരത്തെ റീസർച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജിനെ ബ്ലോക്കുകളാക്കി തിരിക്കും. അതായത് ഒരു MCA മെയിൻ സർക്യൂട്ടിനെ പല ബ്ലോക്കുകളായിട്ട് തിരിക്കും. അപ്പോൾ മെയിൻ സർക്യൂട്ടിന് ഒരു കല്ലിടാം, ബ്ലോക്കുകൾക്കും ട്രാവേഴ്സ് കല്ലുകളിടാം. അതൊന്നും ഒരു വ്യക്തിയുടെ അതിർത്തി അനുസരിച്ചല്ല, നാച്ചുറൽ ബൗണ്ടറി അനുസരിച്ചാണ് പോകുന്നത്. അതിനെ പല കണ്ണങ്ങളാക്കും. കണ്ണം സർവേ ചെയ്യുന്നതും കല്ലിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അതും ഒരു വ്യക്തിയുടെ അതിർത്തിയല്ല, നാച്ചുറൽ ബൗണ്ടറിയാണ് നോക്കുന്നതെങ്കിലും ചിലപ്പം ഇച്ചിരിയൊക്കെ മാറി തിരിഞ്ഞൊക്കെ കിടക്കും, ഒരു ശകല അതിർത്തി മാറിയൊക്കെ വരും. ആ കല്ലുകൾ അതിർത്തി കല്ലുകൾ, അതൊരു അതിർത്തി കല്ലാവണമെന്നില്ല. പിന്നിടുന്ന ഫീൽഡ് സ്റ്റോണുകളാണ് അതിർത്തി കല്ലായിട്ട് വരുന്നത്. ഒരാളുടെ സ്ഥലം മുറിച്ച് അങ്ങനെ ചെയ്യത്തില്ല. അപ്പം അങ്ങനെ വരുന്ന കല്ലുകൾ ഉണ്ട്. ഫീൽഡ് സ്റ്റോണുണ്ട്, ജംഗ്ഷൻ കല്ലുകളുണ്ട്.
അതൊക്കെ ഓരോ കല്ലുകളൊക്കെ മനസ്സിലാക്കാൻ തക്കതായ ആ കല്ലുകളുണ്ട്. അതായത് ട്രാവേഴ്സ് കല്ലാണെങ്കിൽ അതിന് ഇന്ന് ഒരു പ്ലമറ്റ് ഹോളുണ്ടാവും. പിന്നെ ബ്ലോക്ക് ബൗണ്ടറിക്കാണെങ്കിൽ ഒരേ സിമ്പിൾസൊക്കെ പറയുന്നുണ്ട്. അത് കൂടാതെ പിന്നെ പറയുന്ന പറഞ്ഞാൽ പണ്ടൊക്കെ ഓൾഡ് സ്റ്റോണുണ്ട്, പഴയ സ്റ്റോണുകളെന്ന് പറയുമ്പോൾ അത് തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ്, തിരുവിതാംകൂർ ഏരിയയിൽ അന്ന് ശംഖായിരുന്നു മലയാളം. അത് കണ്ട് തിരുവിതാംകൂറിൻ്റെ ഏരിയയിലെ കല്ലാണെന്നും സർവേ കല്ലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കൊച്ചിയിൽ കോയെന്ന് എഴുതിയേക്കുമായിരുന്നു. കോയെന്ന് എഴുതുക കൊച്ചി കല്ലുകൾക്ക്. പിന്നെ മദ്രാസിനാണെങ്കിൽ ആരോ, വടക്കേ ഇന്ത്യയിലൊക്കെ കല്ലിനകത്ത് ആരോ, ഇങ്ങനെ വലിയൊരു ആരോ കാണുമായിരുന്നു. ആണ് മദ്രാസ് ആക്ട് പ്രകാരമുള്ള ഇട്ട കല്ലുകൾ. പിന്നെ സബ് ഡിവിഷൻ കല്ലുകൾക്ക് എന്നൊക്കെ എഴുതുമായിരുന്നു. അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കല്ലുകളൊക്കെ വന്നിട്ടുള്ളത് അല്ലേ? അങ്ങനെ ഉണ്ടോ? അതിനെ ബേസ് ചെയ്തല്ല. അതിപ്പോൾ ഓരോ ഏരിയയിലിടുന്ന കല്ലുകൾ പിന്നെ നമ്മൾ അത് കളഞ്ഞിട്ട് അതെല്ലാം കളഞ്ഞ് റീസർ ചെയ്ത് വേറെ പ്രത്യേകമായില്ലേ. റീസർ നമ്മളിങ്ങനെ ചെയ്തപ്പം എന്തായി, MEMC-ക്ക് കല്ലിട്ട് ചെയ്തു. മറ്റേ കല്ല് നോക്കത്തേ ഇല്ല, ആ കല്ല് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു കല്ല് കണ്ടാൽ എങ്ങനെ ഒരു കക്ഷിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? പഴയ കല്ലാണെങ്കിൽ ഇത് ഇങ്ങനെ ശംഖ് കണ്ടാൽ ഇത് ഇപ്പോഴത്തെ കല്ലല്ല, ഇത് പഴയ കല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതാണ്. ശംഖ് കാണുമ്പോൾ ഇത് തിരുവിതാംകൂർ ഏരിയയിൽ പണ്ടിട്ടിരുന്ന കല്ലാണ്. കോയെന്ന് കാണുമ്പോൾ ഇത് കൊച്ചി സംസ്ഥാനത്ത് അന്നിട്ടിരുന്ന കല്ലാണ്. ആരോ കാണുമ്പോൾ മദ്രാസിലിട്ടുന്ന കല്ലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബാക്കി ഇപ്പോൾ റീസറെ കല്ലാണെങ്കിൽ ഒരു തെങ്ങടയാളം ഒരു സൈഡിൽ 7 സെൻറ്റിമീറ്റർ നീളമുള്ള തെങ്ങടയാളം ഒരു സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അതാണ് റീസർവ് കല്ലുകളല്ലേ? എല്ലാ കല്ലിലും ഉണ്ടാവും ഒരു സൈഡിൽ പറഞ്ഞിട്ട്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീസർവ് കല്ല് തന്നെയുള്ളൂ. അതിന് ശേഷം പിന്നെ വേറെ ഏതെങ്കിലും മെത്തേഡ്സ് സ്റ്റോൺസ് എന്തെങ്കിലും വന്നിട്ടുണ്ട്? ബൗണ്ടറി സ്റ്റോൺസ് പിന്നെ ഇപ്പോഴത്തെ ഇപ്പം ഡിജിറ്റൽ സർവേക്കകത്തൊക്കെ സ്റ്റോൺ ഇടുന്നുണ്ട്. അതിന് എന്താണെന്നുള്ള വ്യക്തത ഇല്ല. സാർ, ഒരു കേസുള്ളത്, ഇപ്പോൾ കയ്യിൽ 20 സെൻറ്റ് ലാൻഡ് ഉണ്ട്, ആധാരത്തിൽ 20 സെൻറ്റ് ഉണ്ട്, പക്ഷേ ടാക്സ് സ്വീകരിക്കുന്നത് ഒരു 15 സെൻറ്റിന് മാത്രമാണ്. ഇങ്ങനെയൊരു മെഷർമെൻറ്റിൽ അളവിൽ വ്യത്യാസം വരുന്ന കേസുകളിൽ എന്താണ് ചെയ്യേണ്ടത്? എന്നറിയാൻ അത് റീസറെ അപാകത ആയിരിക്കാം. റീസറെ അപാകത ആണെങ്കിൽ ഇപ്പോൾ റീസറെ അപാകത ഒരിക്കലും താലൂക്കിലാണ് എല്ലാ തഹസിൽദാർക്കും ഒരു വൈറ്റ് പേപ്പറിൽ അപേക്ഷ കൊടുത്താൽ മതി. നമ്മൾ ഡോക്യുമെൻ്റ് വെച്ച് അപേക്ഷ കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ഥലം നിലവിൽ കൈവശം ഇത്ര ഉണ്ട് എന്നുള്ള സ്കെച്ചും കൂടെ വെക്കണോ? എങ്ങനെയാണ് സ്കെച്ച് നമ്മൾ അളന്നപ്പോൾ നമ്മൾ അറിഞ്ഞല്ലോ. ആ സ്കെച്ച് വെക്കുന്നത് നല്ലതാണ്. എന്തായാലും താലൂക്കിൽ നിന്ന് വന്നിട്ട് അവരൊന്ന് അളന്ന് നോക്കി വിസ്തീർണം കണക്കാക്കും. ചിലപ്പോൾ അത് ഏരിയ കമ്പ്യൂട്ടർ മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പോൾ ബൗണ്ടറി നമ്മുടെ സ്ഥലം മറ്റൊരാളുടെ കൈവശിരിക്കുകയായിരിക്കാം. ചുറ്റുള്ള സറൗണ്ടിങ്ങിലുള്ള സ്ഥലം അളക്കുമോ അവർ? മൊത്തം സ്ഥലം അളന്ന് നോക്കേണ്ടി വരുമല്ലോ. അളന്ന് നോക്കണം. ചുറ്റുള്ള ആൾക്കാർക്ക് നോട്ടീസ് അയച്ചിട്ട് മൊത്തം സ്ഥലം അളന്നെങ്കിൽ വളരെ അടുത്തുള്ള സ്ഥലം എല്ലാം അളന്നെങ്കിലേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. പിന്നെ അടുത്ത് ഗവൺമെൻറ് ലാൻഡിൽ അതും നോക്കും അല്ലേ? കയ്യേറ്റം ഉണ്ടോ? ഗവൺമെൻറ് ലാൻഡ് നോക്കി പുറപ്പാക്കാണ് കൈവശം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ല. അതെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ നമുക്ക് കിട്ടും. അവകാശപ്പെട്ടത് മറ്റൊരാളുടെ കൈവശം ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ അയാളുടെ സ്ഥലം എടുക്കുമ്പോൾ അയാളുടെ സ്ഥലം കുറയുമെങ്കിൽ അയാൾക്ക് നോട്ടീസ് അയച്ചിട്ടേ നമുക്കത് ചെയ്തു തരത്തുള്ളൂ. അപ്പോൾ കക്ഷിക്ക് അന്നേരം നമ്മളിപ്പം നമ്മുടെ അതിർത്തി അവിടെ വരെ ഉണ്ട്. ഇപ്പോൾ റീസർച്ച് ചെയ്യുമ്പം നമ്മൾ അത്രയും ചെയ്ത് കഴിയുമ്പം കക്ഷിക്ക് ഇപ്പം അടച്ചുകൊണ്ട് വിസ്തീർണം കുറയും. മനസ്സിലായില്ലേ? അങ്ങനെ വരികയാണെങ്കിൽ കക്ഷിക്ക് നോട്ടീസ് കൊടുക്കും. കക്ഷി നോട്ടീസ് കൊടുത്തിട്ട് നമുക്ക് മാറ്റി തരത്തുള്ളത്. കക്ഷി ഒബ്ജക്ഷൻ പറഞ്ഞാൽ അപ്പം നമ്മൾ പരിശോധിച്ചിട്ട് കാണിക്കും, നിങ്ങൾക്ക് ഇവിടം വരെല്ലാം ഉള്ളൂ, നിങ്ങൾ അതിർത്തി നിങ്ങൾ വെൽ ഡിഫൈൻഡ് ബൗണ്ടറി മതിലല്ലേ ഇവിടം വരെ ഉള്ളതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കക്ഷിയെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഇതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിൻ്റെ ടാക്സ് സ്വീകരിക്കുള്ളൂ അല്ലേ? അപ്പോൾ പിന്നെ നിയമപരമായിട്ട് നമുക്ക് 20 സെൻറ്റ് ലാൻഡ് ഉള്ളതായിട്ട് കണക്കാക്കും ഗവൺമെൻറ്റിൽ അല്ലേ? പറമ്പാക്കാനേ കിട്ടത്തില്ല. അന്യകേശം നമ്മുടെ സ്ഥലം തന്നെയാണെന്ന് ഉറപ്പാണ്ടാണ്. താലൂക്ക് സർവേർ വന്ന് അളന്ന് ബോധ്യപ്പെട്ട് അതിന് ശേഷം പിന്നെ തഹസിൽദാർ തന്നെയാണോ അതിൻ്റെ ഇത് രേഖമാറ്റം? ഹെഡ് സർവേ തഹസിൽദാരും താലൂക്കിലെ ഹെഡ് സർവേയാണ് ഇപ്പം ചെയ്യുന്നത്. നേരത്തെ ജില്ലാ സർവേ സൂപ്രണ്ടായിരുന്നു. ഇപ്പം ജില്ലാ സൂപ്രണ്ട പിന്നെ താലൂക്കിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു താലൂക്കിൽ തന്നെ ചെയ്യാതെയല്ല ടാക്സ് 20 സെൻറ്റിൻ്റെ ടാക്സ് ആക്കുന്നവരൊക്കെ ചെയ്യുന്നില്ല. താലൂക്കിൽ തന്നെ കറക്റ്റ് ആക്കിയിട്ട് വില്ലേജ് അയച്ചു കൊടുക്കും. വില്ലേജാണ് ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസിൽ ചെയ്യേണ്ട കുറേ പ്രൊസീജിയേഴ്സ് പറഞ്ഞു. ഇപ്പോൾ ഫോം 8-ൻ്റെയും 10-ൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു. പൊതുവെ നാട്ടിലൊരു സംസാരമുണ്ട്, ഗവൺമെൻറ് ഓഫീസിലേക്ക് വരുമ്പോൾ ചെരുപ്പ് തെയ്യുന്നുള്ളത്. സാറിൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ചെരുപ്പ് തെയ്യെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ താലൂക്കിൽ കുറേ ദിവസം പോകേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ താലൂക്കിലൊക്കെ സ്റ്റാഫ് വളരെ കുറവാണ്, ജീവനക്കാർ കുറവാണ്, അപേക്ഷകർ കൂടുതലുമാണ്. അപ്പം അത്രയും ഒരു ജീവനക്കാരൻ പോയി നോക്കി കൊടുക്കണമെങ്കിൽ കുറേ കാലതാമസം വരും. അതൊന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റുകളൊക്കെ പ്രോപ്പർ ഡോക്യുമെൻ്റ് ആയിരിക്കണം. അവരാവശ്യപ്പെടുന്ന സംഭവം എല്ലാം കൊണ്ടുവേണം കൊടുക്കാനായിട്ട്.
ചിലപ്പോൾ ആ തെറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും മാറ്റിയിട്ട് വരാൻ പറയും. അത് മാറ്റിക്കൊണ്ടാൻ പറയും. അങ്ങനെ പലതും ചെയ്ത് ചിലത് വീണ്ടും അത് മാറിക്കൊണ്ട് കൊടുക്കുക. അങ്ങനെ ഡോക്യുമെൻ്റ് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ അപേക്ഷിക്കുന്നത് അതിൻ്റെ ഒരു ബോധ്യം ആ ഒരു കക്ഷിക്ക് ഉണ്ടായിരിക്കണം. കക്ഷിക്ക് ഉണ്ടാവണം. നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ എന്തിനു വേണ്ടിയാണ് പോകുന്നത്, അതിന് ഇന്ന സാധനങ്ങൾ കൊടുക്കണം എന്ന് കക്ഷിക്ക് ഒരു ബോധ്യം വേണം. അപ്പം അത് സംഭവം കുറേ നടക്കും. പിന്നെ ചില സ്റ്റാഫുണ്ട്, കുറച്ച് പേര് വളരെ അലസത, വളരെ 10% അല്ലെങ്കിൽ 15% ആൾക്കാർ ഇട്ട് ശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. എങ്കിലും 80% ആൾക്കാരും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ കുറവാണ് കൂടുതലായിട്ടും ഈ ഡിലേ വരാനുള്ള കാരണം ഇപ്പോൾ ഒരാൾ തഹസിൽദാർ ഇപ്പോൾ ഒരു താലൂക്ക് ഓഫീസിൽ പോയിട്ട് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വർഷങ്ങൾ കാത്തിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സാധനം ഉണ്ടാകുന്ന ഇപ്പം ഒരു സർവേയർക്ക് ദിവസം 1 അല്ലെങ്കിൽ 2 ഫയൽ അല്ലെങ്കിൽ 4 ഫയൽ വരെ മാക്സിമം ചെയ്യാൻ പറ്റും. പക്ഷേ 1000 കൂടുതൽ ഫയൽ അവിടെ ആവശ്യത്തിലുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡേയ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം 20 ദിവസമായിരിക്കാം. അപ്പം 1000 ഫയൽ എന്ന് ചെയ്ത് തീരും. 2 സെർവറോ 3 സെർവറോ കാണും അവിടെ. അപ്പോൾ ആവശ്യത്തിന് ജീവനക്കാരെ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് പെട്ടെന്ന് തീരും. ഇതിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ നിയമങ്ങളും ചട്ടങ്ങളും എങ്ങനെയാണ് അതിൻ്റെ ഒരു സാറിൻ്റെ ഒരു? അത് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ലൊരു നിയമം എഴുതി വെച്ചിട്ടുണ്ട്. 1961 ഒരു ആക്റ്റും അതിന് ആക്റ്റിലെ 22ാം സെക്ഷൻ പ്രകാരം 1964 സർവേ ബൗണ്ടറീസ് റൂളും ഇറങ്ങിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നല്ലൊരു ആക്റ്റും നല്ല റൂളുമാണ്. അതിന് ശേഷം ഇത് മാറ്റം വരുത്താനൊക്കെ നോക്കിയെങ്കിലും ഇതുവരെ മാറ്റം വന്നിട്ടില്ല. ആ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ചട്ടക്കൂട്. ആ ചട്ടക്കൂട് നിന്നുകൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ട് നമുക്ക് പിന്നെ ഉണ്ടാകത്തില്ല ജീവനക്കാർക്ക്. പക്ഷേ ജീവനക്കാർ ആ ആക്ടും റൂളും നിർബന്ധമായിട്ടും പഠിക്കാൻ ബാധ്യസ്ഥരാവണം. അതനുസരിച്ചേ വർക്ക് ചെയ്യാവുള്ളൂ, ജോലി ചെയ്യാവുള്ളൂ. എന്തൊക്കെയാണ് ഇതൊരു മെയിൻ പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണ് സാറിന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ എല്ലാം അതിനകത്ത് സെക്ഷൻ 1, 2, 3 നമ്മുടെ 24 സെക്ഷനുണ്ട്, 134 റൂളുണ്ട്. ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്കുള്ള അധികാരമാണ്. റൂളെന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ആക്ടും റൂളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് നമുക്ക് ചെയ്യാം, നമുക്കുള്ള അധികാരം, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫിലുള്ള അധികാരം, എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതാണ് റൂള്. അപ്പം അതിനകത്ത് നമ്മൾ ഒന്നിനകത്ത് നമുക്ക് അതിൻ്റെ പേര് വിവരങ്ങളാണ്, 2-നകത്ത് കുറേ ഡെഫിനിഷൻസാണ്, 3-നകത്ത് സർവേ ഓഫീസർ നിയമനമാണ്. ഒരു സർവേ ഓഫീസറെ നിയമിക്കുന്നതാണ് 3-ൽ പറയുന്നത്. അങ്ങനെ 22 അതിൽ 22ാമത്തെ എന്ന് പറയുന്നത് ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം 22. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ആ സെക്ഷൻ 22 പ്രകാരം ഉണ്ടാക്കിയ ചട്ടമാണ് ഇപ്പം 134 ചട്ടമുള്ളത്. പിന്നെ അതിനകത്ത് എല്ലാ വിവരങ്ങളും സർവേയുടെ മൊത്തം വിവരങ്ങളത് പറയുന്നുണ്ട്. എന്ത് ചെയ്യണം, നോട്ടീസ് കൊടുക്കേണ്ടത്, പിന്നെ നോട്ടീസ് തയ്യാറാക്കേണ്ട വിവരങ്ങൾ അത് 6-ൽ പറയുന്നുണ്ട്, സെക്ഷൻ 6-ൽ പറയുന്നുണ്ട്. ഇതിനകത്താണെങ്കിൽ എല്ലാവരും റൂളെന്ന് പറയാൻ 27 മുതൽ 51 വരെ എല്ലാവരും റൂളാണ്. അത് പാലിച്ചാണ് താലൂക്കിൽ വർക്ക് ചെയ്യേണ്ടത്. താലൂക്കിലൊക്കെയുള്ള റൂള് 27 മുതൽ 51 വരെ. ലാൻഡ് റെക്കോർഡ് മെയിൻ്റനൻസ് താലൂക്കിൽ ലാൻഡ് റെക്കോർഡ് മെയിൻ്റനൻസാണ് താലൂക്കിൽ മെയിൻ നടക്കുന്നത്. LRM സെക്ഷൻ, LRM റൂൾ. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഈ റവന്യൂ രേഖകൾ മുഴുവനും റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ലാൻഡ് റെക്കോർഡ് മെയിൻ്റനൻസ് ചെയ്യേണ്ടത് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മെയിൻ്റനൻസാണ്. സബ് ഡിവിഷൻ ചെയ്യുന്നതിന് ശരി എല്ലാം മെയിൻ്റനൻസാണ്. അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് താലൂക്കിലാണ്. LRM സെക്ഷൻ അതാണ് LRM റൂള്. 22 മുതൽ 51 വരെ വരും റൂളിനകത്ത്. ബാക്കിയൊക്കെ മറ്റ് റീസർവേ കാര്യങ്ങൾക്കായാലും ശരി, പിന്നെ ഓരോ ചെയ്യുന്നതിനെല്ലാം പ്രത്യേകം റൂളുണ്ട്. എന്തായാലും നല്ലൊരു ടോക്കായിരുന്നു. ഇപ്പോൾ സാറിൻ്റെ ഒരു കുറേ ഇൻസൈറ്റുകൾ നമുക്ക് കേൾക്കാൻ പറ്റി. കാരണം ഇത് ഇപ്പോഴും കേരളത്തിലെ നമ്മുടെ റെക്കോർഡ്സുകൾ ഈ സാറ് പറഞ്ഞ 61-ൽ തയ്യാറാക്കിയ നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരമുള്ള രേഖകൾ തന്നെയാണ്. അപ്പോൾ അത് കുറേയൊക്കെ പൊതുജനത്തിന് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ കുറേ ഈ പറഞ്ഞ പോലുള്ള വിഷയങ്ങൾ, ഇപ്പോൾ താലൂക്കിൽ എന്ത് അപേക്ഷിക്കണം, എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആർക്കും അറിയില്ല. അത് പറഞ്ഞു കൊടുക്കാനും ആൾക്കാരില്ല. അപ്പോൾ അതിന് എവിടെ ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്ന് അറിയാത്തൊരു ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ കുറേയൊക്കെ സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻസൈറ്റ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. എന്നെ ഇതിനുവേണ്ടി ക്ഷണിച്ചതിനും ഈ ഒരു അവസരം തന്നതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു.